ഹലോ ഗൈസ്, അപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ കാണുന്നില്ല, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തണം. അപ്പം നമ്മൾ ദൂരത്ത് നിന്ന് പിടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വന്നതല്ല, 5 മണിക്ക്, ഒരു 12:30 1 മണി ആവിന് ഇതൊക്കെ എത്തുമ്പോൾ. അപ്പം നമ്മൾ ക്ഷീണമെല്ലാം മാറ്റാൻ വേണ്ടി അരുവി അന്ന് വരുന്ന വെള്ളം വീട്ടിലേക്ക് വന്നു. അപ്പം നമ്മൾ കാലും മുഖമെല്ലാം കൈ ക്ഷീണമെല്ലാം മാറ്റി നമ്മൾ പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. നമ്മൾ ഈ പാറയിലല്ലേ പോകണം, ആ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തണം. അപ്പോൾ അവിടെ കയറലുണ്ട്. എനിക്ക് പേടിച്ചിട്ടേന്നില്ല കേട്ടോ. ഞാൻ ഗൈസ് ഇത് ആദ്യമായിട്ട് പോകുന്നതെന്ന്. ഈ ഇങ്ങനെ പാറമേടയിൽ വള്ളിയെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അത് ചാറരുത്. ഇതുപോലെ കാണുന്ന പോലെയല്ല, നേരിട്ട് കണ്ട സംഭവമാണ് ഇത്. എന്തൊരു കഷ്ടപ്പാടാണെന്നറിയോ എൻ്റെ അമ്മ. പേടിച്ച് വിറച്ച് പോയി. ചാറുന്നു ഇങ്ങനെ, വള്ളി ഇങ്ങനെ ലൂസാണ്, പക്ഷെ അതിങ്ങനെ ചായുമ്പോൾ അവിടത്തേക്ക് നമ്മൾ ചാഞ്ഞു പോന്നു. എൻ്റെ കയ്യിൽ നിന്ന് എളിപ്പോന്നു. അപ്പോൾ ഏട്ടൻ എന്നെ വഴി താങ്ങിക്കൊണ്ട് എൻ്റെ ഷൂ എല്ലാം പിടിച്ചുകൊണ്ട് എനിക്ക് ഷൂ ഇട്ടിട്ട് കയറാൻ പറ്റിയില്ല, ചാറുന്നാണ്. കണ്ടില്ല അതാ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. എങ്ങനെയെല്ലാം പിടിച്ച് കയറി എങ്ങനെയെല്ലാം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ എല്ലാവരും ക്ഷീണം പിടിച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എല്ലാം എടുത്തു. എത്തിക്കഴിഞ്ഞു, എല്ലാവരും എത്തി. കണ്ടോ, ഇതാണ് വെള്ളച്ചാട്ടം കേട്ടോ. ഇതാണ് വലിയ പാറക്കെട്ട്. കണ്ടോ എത്രയൊക്കെ ഉണ്ട്. വേട്ടൻ പറഞ്ഞ് വേഗം വിട്ടോ, എന്നെ മഴ വന്നാൽ ഒന്നാകെ പാറ എളിയിട്ട് അങ്ങ് വീണ് പോയെങ്കിലും എനിക്ക് പേടിച്ചിട്ട് വേട്ടൻ എന്നെ വഴിക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, വേഗം പോവാം നമുക്ക്, വിട്ടോ എനിക്ക് തോമസക്കുട്ടി വിട്ടോ പറഞ്ഞു എനിക്ക്. അപ്പോൾ എല്ലാവരും പിന്നെ ഇവിടെ വന്നു വെള്ളച്ചാട്ടത്തിൽ ആസ്വദിച്ച് അങ്ങനെ ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് അങ്ങനെ ഉല്ലസിച്ചങ്ങ്